ഏവർക്കും MRK ബ്രോസിലേക്ക് സ്വാഗതം. ഡോക്ടർ ഹാരിസിനെ കുറിച്ച് ഇന്ന് കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. സത്യസന്ധരായ ഡോക്ടർ ഹാരിസിനെ വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും അന്വേഷണങ്ങൾ കൊണ്ടും ഒരു കൂട്ടം ജനങ്ങൾ തകർക്കുവാൻ ശ്രമിക്കുന്ന വളരെ വേദനാജനകമായ കാഴ്ച. വിദ്യാസമ്പന്നരായ ജനങ്ങളുള്ള നമ്മുടെ നാട്ടിൽ ഉദ്യോഗസ്ഥരുടെ അന്വേഷണവും വാക്കുകളും പ്രവർത്തികളും എല്ലാം ഒരാളെ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിക്കുമെന്ന് പല കാഴ്ചകൾ, പല സംഭവങ്ങൾ ഈ അടുത്തിടെ നാം കണ്ടതാണ്, നാം കേട്ടതാണ്. സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതാണോ ഡോക്ടർ ഹാരിസ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്? പ്രിൻസിപ്പൽ ഡോക്ടർ ജബ്ബാറും സൂപ്രണ്ട് സുനിൽ കുമാറും നടത്തിയ ഇന്നത്തെ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ചെറിയ കഥയാണ്. ഒരിക്കൽ കാട്ടിൽ ഒരു അരുവിയുടെ അടുത്ത് നിന്നുകൊണ്ട് ഒരാട് വെള്ളം കുടിക്കുകയാണ്. അത് കണ്ടുകൊണ്ടിരുന്ന കുറുക്കൻ മനസ്സിൽ ചിന്തിച്ചു, ഈ ആടിനെ എങ്ങനെയെങ്കിലും തർക്കത്തിൽ ഏർപ്പെടുത്തി ശരിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ആട് നിൽക്കുന്നതിന്റെ അടിയിൽ ചെന്നുകൊണ്ട് വെള്ളം കുടിക്കുവാൻ തുടങ്ങി. എന്നിട്ട് കുറുക്കൻ ആ ആടിനോട് വളരെ കോപത്തോടെ വിളിച്ചു പറഞ്ഞു, നീ എന്റെ വെള്ളം കലക്കുകയാണ് ചെയ്യുന്നത്, എന്റെ വെള്ളം നീ മോശമാക്കുകയാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ ശരിയാക്കും. അപ്പോൾ ആ ആട് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഓക്കെ, ഞാൻ താഴെ പോയി വെള്ളം കുടിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് കുറുക്കന്റെ താഴെ നിന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങി. വീണ്ടും കുറുക്കൻ കോപത്തോടെ അടിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നീ വീണ്ടും എന്റെ വെള്ളം മോശമാക്കുകയാണ്, എന്റെ വെള്ളം കലക്ക് വെള്ളമാക്കുകയാണ് ചെയ്യുന്നത്, ഞാൻ നിന്നെ ശരിയാക്കും. ഇതേ സാഹചര്യമാണ്, ഇതേ കാഴ്ചയാണ് നമ്മുടെ സമൂഹത്തിലും ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിയെ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന ആശയത്തിൽ, എങ്ങനെയെങ്കിലും ആ വ്യക്തിയെ തരം താഴ്ത്തണമെന്ന ആശയത്തിൽ ആ വ്യക്തിയുടെ ഓരോ കുറ്റങ്ങളും കണ്ടെത്തുക എന്നുള്ള വളരെ വേദനാജനകമായ കാഴ്ച. മാധ്യമ പ്രവർത്തകരോടുള്ള വാർത്താ സമ്മേളനങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒന്നു തന്നെയാണ്. ഒരു വ്യക്തിയും സത്യം പുറത്തു പറയുവാൻ പാടില്ല. സത്യം പുറത്തു പറയുന്നവരെ എങ്ങനെയെങ്കിലും തകർക്കുവാൻ വേണ്ടി അവരുടെ ഓരോ കുറ്റങ്ങളും ഓരോ കുറവുകളും കണ്ടുപിടിച്ച് അവർക്കെതിരെ കുറ്റങ്ങൾ ചാർത്തി അവരെ എങ്ങനെയെല്ലാം തകർക്കുവാൻ കഴിയുന്നു, എങ്ങനെയെല്ലാം തരം താഴ്ത്തുവാൻ കഴിയുന്നു, അങ്ങനെയെല്ലാം ചെയ്യുന്നു. വളരെ പരിതാപകരമാണ് നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ ഈ അവസ്ഥ. ഈ അവസ്ഥയിൽ കേരളത്തിലെ ആരോഗ്യ മേഖല തന്നെ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടിയിരിക്കുന്നു. അത്രത്തോളം നീചമായ പ്രവൃത്തിയാണ് എന്നാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. നാം ഓരോരുത്തരും ഒരു കാര്യം മനസ്സിലാക്കണം, സത്യം ഒരിക്കലും അസത്യമാവുകയില്ല. പക്ഷേ കളവുകൾ, അതിനെ വാക്കുകളെ ഏതൊക്കെ തരത്തിൽ എത്ര വേണമെങ്കിലും മാറ്റി മറിച്ച് പല പല കാര്യങ്ങളാക്കി മാറ്റുവാൻ കഴിയും. 100-ൽ പരം CCTV ഉള്ള സ്ഥലത്ത് നിന്ന് സത്യം തെളിയിക്കുവാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നതാണോ? ഡോക്ടർ ഹാരിസിനെ കുറിച്ച് കൈക്കൂലി വാങ്ങിയെന്നും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നിങ്ങനെയുമുള്ള ആരോപണങ്ങളും വാർത്തകളും ഇതുവരെ ഒരു വ്യക്തിയും ഉന്നയിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന്റെ സത്യസന്ധതയുടെ ഏറ്റവും വലിയ തെളിവാണ്. എനിക്ക് അവസാനമായി ഒരു കാര്യം മാത്രമേ പറയുവാനുള്ളൂ. ഒരു മനുഷ്യൻ മറ്റു മനുഷ്യരോട് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് നല്ല മനുഷ്യനായിരിക്കുക, സത്യസന്ധതയുള്ള കരുണ കാണിക്കുന്ന മനുഷ്യനായിരിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.